ഹായ് അസ്സലാമു അലൈക്കും. ഇന്നെൻ്റെ വീടിൻ്റെ സൈഡ് വാർപ്പായിരുന്നു. പെരുമഴ ആയതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഇപ്പോൾ പോയതേ ഉള്ളൂ. പിന്നെ ഇത് ഒരു റൂം പറഞ്ഞില്ലേ, അതൊരു ബാത്റൂം, അതൊരു റൂം. ആ മക്കൾ നിൽക്കുന്നില്ലേ, പിള്ളേർ നിൽക്കുന്നില്ലേ, അവിടെ സിറ്റ് ഔട്ട്. പിന്നെ ഇത് അടുക്കളയാണ്, അത് സ്റ്റോർ റൂം. പിന്നെ കിണറിൻ്റെ പണി മഴ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ പിടിച്ച മഴയാണ്, ഇന്നലെ വൈകുന്നേരം തൊട്ട് തുടങ്ങിയ മഴയായിരുന്നു. ഇന്ന് വാർപ്പ് കാണുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അത് കിണർ ഒരാളെ പൈസയാണ് വലിയമ്മച്ചീരെ കയ്യിൽ. മാമച്ചി ഇടനില നിന്നിട്ടാണ് വീട് വെക്കുന്നത്. ഏത് പൈസ കിട്ടിയാലും മാമച്ചീരെ കയ്യിലാണ് കണക്കുകളും കാര്യങ്ങളും എല്ലാം. ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് പറയും എത്ര എമൗണ്ട് ആയി എന്നൊക്കെ ഈ വീടിന്. അത് കിണർ ഒരാളിൻ്റെ ഹദിയാണ് 25,000 രൂപ. അതിനുശേഷം പിന്നെ റിങ് ഇറക്കി, അത് നമ്മുടെ കയ്യിൽ നിന്ന് 15-16 രൂപ ആയി. കിണറിന് 26,000 രൂപ ആയി കുഴിച്ചത്. അപ്പോൾ ഇത് ഇത്രയും എമൗണ്ട് ആയി. പിന്നെ ഈ വീട് വരാൻ കാരണം എൻ്റെ ഉമ്മച്ചീമായാണ്, ഉമ്മച്ചീമ വലിയാമ്മച്ചീരുടെ അടുത്ത് പറഞ്ഞ്, ആ കുട്ടികൾക്ക് 3 പേർക്ക്, ആ പെണ്ണിന് ആരുമില്ല, നീ വീട് വെച്ച് കൊടുക്കണം എന്ന് ഇപ്പോഴും കിടപ്പാണ് എൻ്റെ ഉമ്മച്ചീമ. 5,000 രൂപ ഫസ്റ്റ് ഇട്ട് ഉമ്മച്ചീമാക്ക് പെൻഷൻ കിട്ടിയതെല്ലാം ഇട്ടാണ് ഈ വീട് തുടങ്ങുന്നത്. ഈ വീടിനുണ്ടൊരു കഥ. ഈ ഓരോ കട്ടയ്ക്കും ഓരോരുത്തരുടെ വിയർപ്പിൻ്റെ ഇതാണ്. അത്രയും അനുഗ്രഹിച്ച് വരുന്ന വീടാണ് ഈ വീട്. എല്ലാവരും ഒരാൾ ചിലപ്പോൾ ഇടനില നിന്ന് സഹായിക്കും, അതുപോലെയല്ല. ഈ ഇത്രയാണെങ്കിൽ ഇത്ര എണ്ണത്തിന് ഓരോരുത്തരുടെ വിയർപ്പിൻ്റെ വിലയുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ ഇന്ന് എനിക്ക് വീടാവുന്നു. എൻ്റെ വാർപ്പ് എങ്ങനെയെങ്കിലും ഇനിയുള്ള ഘട്ടമാണ് അങ്ങോട്ട് പൈസ ഇറങ്ങുന്നത്. അൽഹംദുലില്ലാ, നിങ്ങളെ സഹായങ്ങൾ കുറച്ചൊക്കെ കിട്ടി. പിന്നെ എൻ്റെ നാട്ടുകാർ കുറച്ച് എല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ നാട്ടുകാരെന്ന് പറയാൻ കുറച്ച് പേര്, അതൊക്കെ ഞാൻ ലാസ്റ്റ് വെളിപ്പെടുത്തും. പേര് പറയില്ല, ഇന്നാരെന്ന് പറയും. പിന്നെ എൻ്റെ 3 മക്കൾക്ക് എനിക്കൊരു ജോലിക്ക് പോകണം. എൻ്റെ 3 മക്കൾക്ക് ഭക്ഷണം, വസ്ത്രം എല്ലാം കൊടുക്കണം. ഇതെൻ്റെ കാക്കാൻ്റെ കുട്ടിയാണ്. ഇവരുടെ അടുത്ത് കുറച്ച് നേരം സൈലൻ്റ് ആവാൻ പറഞ്ഞു, എന്നാലും എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റൂ. ഇതെൻ്റെ മസ്റൂറ ഫാത്തിമ. ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പേരിട്ടേക്കുന്നത്. എൻ്റെ മുഷ്താഖും എൻ്റെ മിഫ്സലും അങ്ങ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇന്നലെ വണ്ടിയൊക്കെ വന്ന് ഭയങ്കര തൊളിയായി. പിന്നെ മണ്ണൊക്കെ ഇട്ട് അങ്ങനെ വണ്ടിയൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് സിറ്റ് ഔട്ടാണ് കേട്ടോ, തട്ടടിച്ചിരിക്കണണ്ട. പിന്നെ എല്ലാവരും ചോദിക്കും വലിയ വീടാണെന്ന്. 826 സ്ക്വയർ ഫീറ്റ് വീടാണ്. പിന്നെ മക്കൾ 3 പേരുണ്ട്, 2 റൂമെങ്കിലും വേണം. നിങ്ങൾ അതും കൂടെ ഒന്ന് കേൾക്കണം. പിന്നെ ഉമ്മച്ചീമ ഇന്ന് കിടപ്പാണ്. എപ്പോഴും ചോദിക്കും എന്തായി കുട്ടികളെ വീട് എന്തായി എന്ന്. ഉമ്മച്ചീമ പറഞ്ഞത് കൊണ്ടാണ് മാമച്ചി ഇറങ്ങി എൻ്റെ വീട് ഇടനില നിന്ന് എല്ലാവരുടെ പറയണം. മാമച്ചി നമ്മുടെ ബന്ധുക്കളെല്ലാവരും പറയണം ഇങ്ങനെ ഒരു ഹെൽപ്പ് വേണം. കാരണം ഈ ഒരു കട്ടയ്ക്കും ഈ ഒരു ഇതിനും പറയാനുണ്ടൊരു കഥ. കാരണം എന്ന് വെച്ചാൽ വീടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സ്വപ്നമാണ്. എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടൂല വീട്. അതുകൊണ്ട് വീടായാൽ എനിക്ക് അൽഹംദുലില്ലാ ഇവരെ മക്കളെ നോക്കാൻ ഒരു ജോലിക്ക് പോകണം. അപ്പോഴാരെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യണം. ഞാൻ മുൻ വീഡിയോസിൽ കോണ്ടാക്റ്റ് നമ്പർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഞാൻ കോണ്ടാക്റ്റ് നമ്പർ കമൻറ്റിൽ വെക്കും. പിന്നെ ഇത്ര ആയിട്ട് തന്നെ ഒരു നല്ലൊരു എമൗണ്ട് ആയി അൽഹംദുലില്ലാ. പിന്നെ എൻ്റെ ഇതിൻ്റെ ബേക്കിൽ നിന്ന് ഇറങ്ങിയ ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ ബേക്കിൽ നിന്ന് ഇറങ്ങിയ ഒട്ടുമിക്ക പേരുണ്ട്. അവരെല്ലാവരും എന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും എന്ത് ആഗ്രഹത്തിന് വേണ്ടി എനിക്ക് കയറി കിടക്കാൻ ഒരു വീടിന് വേണ്ടി എടുക്കുമ്പോൾ നമുക്കൊരു നീയത്ത് കാണുമല്ലോ, ഇന്ന കുട്ടിക്ക് ഇങ്ങനെ കൊടുത്തേക്കാം. അവർക്ക് ഓരോ ആഗ്രഹങ്ങൾ കാണുമല്ലോ. ചിലപ്പോൾ അവരെ മക്കളെ കാര്യമായാലും ആ കാര്യങ്ങളെല്ലാം അള്ളാഹു ഹൈറാക്കി കൊടുക്കണേ എന്ന് ദുആയുണ്ട്. അത്രയ്ക്കും പവിത്രമായ ഒരു വീടാണ്. ഓരോ കട്ടയ്ക്കും ഓരോ ഇതാണ്. അതിൻ്റെ കാരണം എൻ്റെ ഉമ്മച്ചീമായാണ്. എൻ്റെ ഉമ്മച്ചീമാരുടെ അസുഖം ഷിഫയാവാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. എനിക്ക് പാലുകാച്ചായിട്ട് ഉമ്മച്ചീമായെ കൊണ്ടുവരുന്ന കണ്ടീഷനൊന്നും അല്ല. പാലുകാച്ചായിട്ട് ഒരു നേരത്തെ എന്നുവെച്ചാൽ ഒരു നേരത്തെ ഭക്ഷണമൊന്നും കഴിക്കൂല ഉമ്മച്ചീമ്മ. 4 വട്ടം ചെറുതായിട്ട് കിടപ്പാണ്. അപ്പം നിങ്ങൾ ഉമ്മച്ചീമാരെ വേദനയെല്ലാം കുറച്ച് കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ഇതിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് കൊണ്ടുവന്ന് എൻ്റെ ഉമ്മച്ചീമ്മക്ക് കൊടുക്കണം. വാർപ്പിനും കഴിക്കും. വാർപ്പിനൊന്നും നമ്മൾ വലിയ രീതിയിലെ ഫുഡൊന്നുമല്ല, നാടൻ ചോറും കറികളും ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അവർക്കതിനും എൻ്റെ പാലുകാച്ചിനും അവരൊന്ന് എണീച്ചിരുന്നാൽ മതി. ഒരു കിടപ്പാണ്. ഇന്ന് എൻ്റെ ഉമ്മച്ചീമ്മ വിചാരിച്ച് എൻ്റെ ഉമ്മാരെ എല്ലാം കഷ്ടപ്പാടും എൻ്റെ വാപ്പാരെ അവസ്ഥയും വെച്ചിട്ടാണ് ഈ വീട് വരുന്നത്. അപ്പോഴും മക്കളെ സൈഡ് വാർപ്പായി വിചാരിച്ച പോലെയൊക്കെ അൽഹംദുലില്ലാ ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും വാർത്ത് അകവും പൂശി ഈ ബാത്റൂമും ഈ അടുക്കളയും ഒരു റൂമും ശരിയാക്കി ഉണ്ടെങ്കിൽ കയറണമെന്നാണ് ആഗ്രഹം. അപ്പം ഞാൻ നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.